നമസ്തേ. നമുക്കിന്നൊരു ഐതിഹ്യം കേട്ടാലോ? ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും ഭക്തർ ഭഗവാനെ ശ്രീകൃഷ്ണനായിട്ടാണ് സങ്കല്പിക്കുന്നത്, പ്രത്യേകിച്ച് ഉണ്ണിക്കണ്ണൻ എന്ന രൂപത്തിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം ശ്രീകൃഷ്ണന്റെ അവതാരവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠയുടെ ഉദ്ഭവം എന്ന് പറഞ്ഞാല് കൃഷ്ണാവതാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ഭൂമിയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ഈ വിഗ്രഹം ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണെന്നും അത് പിന്നീട് സുതപസ് എന്ന രാജാവിനും പത്നി പ്രശ്നയ്ക്കും ലഭിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവർക്ക് മഹാവിഷ്ണുവിൽ തത്തുല്യനായ ഒരു പുത്രനെ ലഭിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. മഹാവിഷ്ണു അവർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്തു. 3 ജന്മങ്ങളിൽ തന്റെ പുത്രനായി ജനിക്കാമെന്നും ഈ വിഗ്രഹം പൂജിക്കണമെന്നും വാഗ്ദാനം ചെയ്തു. 1-ാം ജന്മത്തിൽ സുതപസിന്റെയും പൃശ്നിയുടെയും പുത്രനായി പൃശ്നിഗർഭൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. 2-ാം ജന്മത്തിലോ കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായി വാമനൻ എന്ന പേരിൽ അവതരിച്ചു. 3-ാം ജന്മത്തിലോ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ശ്രീകൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ചു. ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്നതും ഈ വിഗ്രഹം തന്നെയായിരുന്നു. ഈ വിഗ്രഹം ഗുരുവായൂരിലെത്തുന്നത് ഭൂമിയിലെ അവതാര ലീലകൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് തന്റെ പ്രിയ ശിഷ്യനായ ഉദ്ധവരോട് താൻ ദ്വാരക ഉപേക്ഷിക്കുമ്പോൾ ഈ വിഗ്രഹം സമുദ്രത്തിൽ ഒലിച്ചു പോകുമെന്നും അത് സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരിടത്ത് പ്രതിഷ്ഠിക്കണമെന്നും ആവശ്യപ്പെട്ടു. കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക കടലെടുത്തു. ഉദ്ധവർ ഈ സന്ദേശം ദേവഗുരുവായ ബൃഹസ്പതിയെ അറിയിച്ചു. ദ്വാരകയിലെത്തിയ ബൃഹസ്പതി സമുദ്രത്തിൽ പൊങ്ങിക്കിടന്ന വിഗ്രഹം കാണുകയും എന്നാൽ അത് എടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അപ്പോൾ വാസുദേവൻ ബൃഹസ്പതിയെ സഹായിക്കാനെത്തി. ഗുരുവും വായുവും ചേർന്ന് വിഗ്രഹം സമുദ്രത്തിൽ നിന്ന് കരക്കെടുത്തു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ സ്ഥലം തേടി അവർ സഞ്ചരിക്കുന്നതിനിടയെ പരശുരാമൻ സൃഷ്ടിച്ച ഭാർഗവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്രത്തിനോട് ചേർന്ന് അതിമനോഹരമായ ഒരു തടാകവും പച്ചപ്പും നിറഞ്ഞ പ്രദേശം കണ്ടു. ഇവിടെ ഒരു പുണ്യസ്ഥലത്തായി പരമശിവനും പാർവതിയും ഭജനമിരിക്കുന്നത് അവർ കണ്ടു. പരമശിവൻ തന്റെ സ്ഥലം വിട്ടു നൽകുകയും വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയതിനാൽ ആ സ്ഥലം ഗുരുവായൂർ എന്നും അവിടത്തെ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നും അറിയപ്പെടാൻ തുടങ്ങി. പരമശിവൻ ആദ്യത്തെ പൂജ അർപ്പിച്ചു എന്നും ഐതിഹ്യമുണ്ട്. 14 ലോകത്തിനും ഏകനാഥനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്റെ ഭക്തർ ഏത് രൂപത്തിൽ ആരാധിക്കുന്നുവോ ആ രൂപത്തിൽ തന്റെ ഭക്തനെ ദർശനമരുളും. അങ്ങനെ നിർമ്മലമായ ഭക്തിയുള്ളവരുടെ പലരുടെയും മുമ്പിൽ കണ്ണന്റെ രൂപത്തിൽ വന്ന് അനുഗ്രഹം കൊടുത്തതിനാൽ, ഉദാഹരണത്തിന് പൂന്താനം, കുറൂരമ്മ, പൂന്താനത്തിന്റെ കാലം മുതലാണ് ഭഗവാനെ കണ്ണനായി എല്ലാവരും കണ്ടു തുടങ്ങിയത്. കളങ്കമില്ലാത്ത ഭക്തിയിൽ ഭഗവാൻ ഏതു രൂപത്തിലും ഭാവത്തിലും തന്റെ ഭക്തരുടെ അടുത്ത് എത്തുമെന്നതിന് സംശയം ഏതുമില്ല. നമുക്ക് ഉറക്കെ ഉറക്കെ വിളിക്കാം ഭഗവാനെ പ്രേമഭക്തിയോടെ. നാരായണ കൃഷ്ണ, വസുദേവ കൃഷ്ണ, മാധവ കൃഷ്ണ, യാദവ കൃഷ്ണ, യദുകുല കൃഷ്ണ, ഗോവിന്ദ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.